നമ്മുടെ വിൻസർ ഈവിൻ്റെ ലോങ് ഡ്രൈവാണ്. ഗോവയിലേക്കുള്ള യാത്ര. ഫസ്റ്റ് സ്റ്റോപ്പ് ബേക്കലിലാണ്. മാൽപ്പെ പിന്നിട്ട് നമ്മൾ മറവന്തെ ബീച്ചിലാണ്. നാഷണൽ ഹൈവേ 66ൻ്റെ 4 കിലോമീറ്ററോളം ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബീച്ചാണ്. Hi Gemini, how many floors are there in this temple? That's the Gopura at Murdeshwar temple. It looks like it has about 20 floors, but it's hard to say for sure from this angle. Would you like to കറക്റ്റാണ്. 20 എണ്ണം ഉണ്ടെന്ന് പറഞ്ഞു. 20 എണ്ണം അച്ചട്ട. ഞങ്ങൾ എണ്ണി നോക്കി വെരിഫൈ ചെയ്തു. നാട്ടിൽ നിന്ന് ഗോവയിലേക്ക് ധൈര്യമായിട്ട് പോവാം. 3 സ്ഥലത്ത് ചാർജ് ചെയ്തു. ഒന്ന് ബേക്കൽ, ഒന്ന് മാൽപ്പെ, ഹൊന്നാവർ. കഴിഞ്ഞതാണ്, പക്ഷെ പെയിന്റിങ് നിർത്തിയെന്ന് ഞാൻ ചോദിച്ചു. നമ്മൾ 5:30 മാഹിയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തു. മാഹി തൊട്ട് ബേക്കിൽ വരെ ഇതാ സുഫയിലാണ് ഡ്രൈവ് ചെയ്യണത്. അബുക്ക് അതാ ബാക്കിലുണ്ട്. ഉള്ളിൽ അത് ഉള്ളിലേക്ക് ഈ പുറമേക്ക് പ്രൊജക്റ്റ് ചെയ്തിരിക്കുന്ന ചട്ടികൾ എങ്ങനെയാണെന്നുള്ളതാണ് എനിക്ക് ഡൗട്ട്. ഫസ്റ്റ് സ്റ്റോപ്പ് ബേക്കൽ ഫോർട്ട്. അങ്ങനെ ബേക്കൽ ഫോർട്ടിലാണ് നമ്മളെ ഫസ്റ്റ് ചാർജിങ്. ബേക്കൽ ഫോർട്ടാണ് കാണുന്നത്. അപ്പോൾ ഇവിടെ അനേർട്ടിൻ്റെ ചാർജിങ് സ്റ്റേഷൻ ഉണ്ട്. അപ്പോൾ അവിടെ നമ്മൾ കുത്തിയിട്ടിട്ട് ബേക്കൽ ഫോർട്ടൊക്കെ ഒന്ന് കണ്ടിട്ട് വരാൻ. മൈലൊക്കെ 25 രൂപ ടിക്കറ്റ്. ബേക്കൽ ഫോർട്ടിൻ്റെ എൻട്രിയാണ്. ദിവ്യാങ്ക് എന്ന് പറഞ്ഞാൽ ഡിഫറെൻ്റ്ലി ഏബിൾഡ് പേഴ്സൺസിൻ്റെ വേറെ പേരാണ്. ഇനി ഫുള്ളുണ്ട്. മഴ പെയ്ത് നല്ലൊരു ഗ്രീനറി ആയതുകൊണ്ടേ രാവിലെ തന്നെ അതാ ഫോട്ടോഷൂട്ടിനുള്ള വെഡ്ഡിങ് ടീമാണോ? നല്ല രീതിയിൽ മെയിൻ്റനൻസ് ഉണ്ട് കേട്ടോ. നെല്ലിക്ക തന്നെ, നെല്ലിക്ക അഷ്വർ. മുകളിൽ നിന്ന് ഫുൾ വ്യൂ ആണ് കേട്ടോ. ഇതിൻ്റെ മുകളിൽ നിന്ന് ജീപ്പ് അടിപൊളി. അതാ ഫുൾ കടൽ. ഇതിൻ്റെ മുകളിൽ എത്തിക്കഴിഞ്ഞാൽ അത് ഇങ്ങനെയാണ് വ്യൂ. അതാണ് ബേക്കൽ ബീച്ച്. മയിൽ അവിടുന്ന് പോയിട്ടില്ല. മയിലതാ ആടുന്നുണ്ട്. പറയാക്കാൻ വയ്യ, നല്ല രീതിയിൽ തന്നെ പെർഫോമൻസ് ചെയ്തു അനേർട്ടിൻ്റെ. കാരണം KSEBിൻ്റെ പല സാധനങ്ങളും മൂന്നാറിൽ നിന്ന് തന്നെ പറ്റിച്ചു, പട്ടാമ്പിയിൽ നിന്ന് തന്നെ പറ്റിച്ചു. ഇത്തവണ ഏതായാലും സക്സസ് ആയി. ബേക്കൽ ഫോർട്ടിന് തൊട്ട് മുന്നിൽ തന്നെയുള്ള ഈ റൂട്ട് പോകുമ്പോൾ എല്ലാവർക്കും ട്രൈ ചെയ്യാൻ പറ്റുന്ന ഒരു ചാർജിങ് സ്റ്റേഷൻ തന്നെയാണിത്. ഗോവയിലേക്കുള്ള റോഡ് ട്രിപ്പിൽ ഏറ്റവും നല്ല റോഡ് വരുന്ന സ്ട്രെച്ചാണിത്. കാസർഗോഡ് നിന്ന് മംഗലാപുരം വരെ. സ്പീഡ് ലിമിറ്റൊക്കെ ഉണ്ട്, ക്യാമറയുണ്ട്, അപ്പോൾ ശ്രദ്ധിച്ച് ഓടിക്കണം. മംഗലാപുരത്ത് ഹെഗ്ഡേയിൽ ഇറങ്ങി അല്ലൂനെ ഒന്ന് കണ്ടു. അതുപോലെ ഫാദർമൂർ മെഡിക്കൽ കോളേജിൽ ഒന്ന് കയറി. നേത്രാവതി പുഴ ക്രോസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മൾ. കുന്താപുര മാൽപ്പെ. ഓക്കെ, വെൽക്കം ടു മാൽപ്പെ ബീച്ച്. മാൽപ്പെ ബീച്ചാണ്. മാൽപ്പെ ബീച്ചിൽ ഞങ്ങൾ വീണ്ടും ഒരു ചെറിയൊരു സ്റ്റോപ്പ് ഇട്ടൊക്കെയാണ്. അടിപൊളി ബീച്ചാണ്. ജസ്റ്റ് ആ ബീച്ചിലേക്ക് ഒന്ന് ഇറങ്ങി നോക്കാം. ബീച്ചിലേക്ക് അങ്ങോട്ട് എൻട്രി ഇല്ല. ഇവിടെ നെറ്റിട്ട് ക്ലോസ് ചെയ്തേക്കാണ്. അത് കാരണം തന്നെ കണ്ടമാനം വേസ്റ്റുകൾ ഇവിടെ അടിഞ്ഞിട്ടുണ്ട്. വേസ്റ്റ് ഉണ്ട് ഇവിടെ. കുറേ ആളുകൾ വന്ന് ഇത് ഉന്താണ്. ഇതാണ് വാക്ക് വേ. മാൽപ്പെ ബീച്ച് വാക്ക് വേയിലാണ് നമ്മൾ. തൊട്ടിപ്പുറത്ത് തന്നെ മാൽപ്പെ ബീച്ചിൻ്റെ ഒരു കുറച്ച് ഇടത്തോട്ട് മാറി നിന്നാൽ ഇവിടെ വാക്ക് വേ എത്തി. ഓക്കെ, വാക്ക് വേ ആണ്. ചെറിയൊരു പാർക്ക് പോലെ ഒരു നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് വാക്ക് വേ. പക്ഷേ ബീച്ച് അത്ര വൃത്തിയില്ല കേട്ടോ മാൽപ്പെ ബീച്ച്. ഇത് മാൽപ്പെ ബീച്ചിൻ്റെ അടുത്ത് തന്നെ ഒരു റിനോക്സിൻ്റെ ചാർജറുണ്ട്. അവിടെ കയറിയതാണ്. മാൽപ്പെ ഫിഷ് ട്രേഡ് സെൻറ്ററിൻ്റെ മുന്നിലാണ്. നല്ല ഫിഷിൻ്റെ സ്മെല്ലൊക്കെ കേട്ട് നമ്മൾ ലഞ്ച് അടിക്കാൻ പോവാണ്. ഫിഷിൻ്റെ മാർക്കറ്റിൻ്റെ തൊള്ളിൽ തന്നെയാണ് ലഞ്ച് കഴിക്കുന്നത്. അടിപൊളി വെജ് ബിരിയാണിയാണ് ലഞ്ചാക്കിയത്. യാത്രയിൽ എപ്പോഴും ലഞ്ച് വെജാക്കലാണ് പതിവ്. എന്തെങ്കിലും പണി കിട്ടിയാലും പ്രശ്നമില്ലല്ലോ. മാൽപ്പെ ജുമാ മസ്ജിദിൽ ഫ്രൈഡേ കുത്തുബ, ഫ്രൈഡേ നിസ്കാരത്തിന് കയറുക. ഫ്രണ്ട് സീറ്റ് ബാക്കിലേക്ക് ചെരിക്കുന്ന പോലെ ബാക്ക് സീറ്റും ചെരിക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഒരു സെമി സ്ലീപ്പർ മോഡലും വേണമെങ്കിൽ യാത്ര ചെയ്യാം. ഇഷ്ടം പോലെ ലെഗ് സ്പേസ് ആണ്. പ്ലഗ് ഷെയർ എന്നുള്ള ആപ്പ് ഉപയോഗിച്ച് എവിടെയൊക്കെ ഫാസ്റ്റ് ചാർജിങ് സ്റ്റേഷൻ ഉണ്ടെന്ന് കണ്ടുപിടിച്ചിട്ട് അവിടെ ഞങ്ങൾ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ചാർജ് ചെയ്യും. അങ്ങനെയാണ് പ്ലാൻ. ഇത് ബീച്ചിൻ്റെ സൈഡിൽ കൂടെ ഉണ്ടോ നാഷണൽ ഹൈവേ പോണത്. ത്രൂ ഔട്ട് നാഷണൽ ഹൈവേ 66ൻ്റെ സൈഡിൽ കൂടെ ബീച്ച് പോകണം. എന്ത് രസമാണ് നോക്കി.
മരവന്തെ ബീച്ചിലാണ് ഇപ്പോൾ ഉള്ളത്. മാൽപ്പ കഴിഞ്ഞ് മുന്നോട്ട് പോകുമ്പോൾ കിലോമീറ്ററുകളോളം ഇതേ ടീ ഷേപ്പിൽ ആണ് കടലിലേക്ക് ഇറക്കി കല്ല് കെട്ടിയിരിക്കുകയാണ്. അങ്ങോട്ട് ഇറങ്ങാൻ പാടില്ലാന്ന്, അങ്ങോട്ടേ അവിടുന്ന് ഇത് അടിക്കുന്നുണ്ട്, അതാ ദൂരെ. നാട്ടിൽ നിന്ന് ഗോവയിലേക്ക് ധൈര്യമായിട്ട് പോവാം. 3 സ്ഥലത്ത് ചാർജ് ചെയ്തു. ഒന്ന് ബേക്കൽ, ഒന്ന് മാൽപ്പെ, ഹൊന്നാവർ. ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച്, ഈവനിങ് സ്നാക്സ്. ഈ സമയത്തൊക്കെ ചാർജിങ് നടക്കും. ഒരു പ്രശ്നമില്ലാതെ അടിപൊളിയായിട്ട് പോവാം. ഗോവ വരെയുള്ള നാഷണൽ ഹൈവേയിൽ റോഡുകളൊക്കെ നല്ല റോഡുകളാണ്. ടോൾ റോഡുകളാണെല്ലാം. ടോൾ റോഡ് ആകുമ്പോൾ തന്നെ ആനുവൽ പാസ് എടുക്കുന്നതാണ് ഏറ്റവും നല്ലത്, ലാഭകരം. അത് എങ്ങനെ എടുക്കുക എന്നുള്ളത് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. രാജ്മാർഗ് യാത്ര എന്നുള്ള ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ട് ആനുവൽ പാസ് എടുക്കുന്നതാണ് ലാഭകരം. ആ വീഡിയോൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ബഡ്ക്കൽ ബസ് സ്റ്റാൻഡാണ്. മുരുടേശ്വർ ടെമ്പിൾ ഓൺ ദ വേ ആണ്. അതിന് മുകളിൽ ലിഫ്റ്റ് ഉണ്ട്, നമുക്ക് ലിഫ്റ്റിലൊന്ന് കയറാം. 20 രൂപ എങ്ങാണ്ട് ടിക്കറ്റ് കൊടുത്തിട്ട് ലിഫ്റ്റ് കയറാൻ പറ്റുമെന്ന് പറഞ്ഞു. പോയി നോക്കാം. Hi Gemini, how many floors are there in this temple? That's the Gopura at Murdeshwar temple. It looks like it has about 20 floors, but it's hard to say for sure from this angle. Would you like to കറക്റ്റാണ്. 20 ഉണ്ടെന്ന് പറഞ്ഞു. 20 അച്ചട്ട. ഞങ്ങൾ എണ്ണി നോക്കി വെരിഫൈ ചെയ്തു. ജെമിനി പുലി കേട്ടോ ബാബാ. അല്ല 20 ഫ്ലോർ. എൻ്റെ അമ്മോ, സംഭവം ഉണ്ടോ. ബാക്കിൽ സ്റ്റാച്ചു ഉണ്ട്. ഇതാ സ്റ്റാച്ചു, പക്ഷെ പെയിൻറ്റിങ്ങിലാണ്. ശിവ സ്റ്റാച്ചു. ഈ സൈഡിൽ നിന്നുള്ള വ്യൂ ആണത്. കിടിലൻ വ്യൂ. ശിവ സ്റ്റാച്ചു നോക്കിയേ, മെയിൻ്റെനൻസിന് വേണ്ടി നിർത്തിക്കാണ്. പെയിൻറ്റിംഗ് ആണെന്ന് തോന്നുന്നു. 20ാമത്തെ നിലയിൽ നിന്നുള്ള വ്യൂ ഒരു 1.5 വ്യൂ തന്നെയാണ്. ഒരു റെസ്റ്റോറൻറ്റ് ഉണ്ടോ കടലിലേക്ക് ഫേസ് ചെയ്തിട്ട്, ആ റെസ്റ്റോറൻറ്റിലേക്കാണ് നമ്മൾ പോയത്. ആ റെസ്റ്റോറൻറ്റിൽ നിന്നുള്ള വ്യൂ ആണിത്. അവിടെ ചായ കുടിച്ചു, വീണ്ടും നമ്മൾ യാത്ര തുടങ്ങി. അങ്ങനെ ഞങ്ങൾ ഹൊന്നവറുള്ള ജിയോ ബീപ്പിൻ്റെ ചാർജിങ് സ്റ്റേഷനിൽ എത്തി മക്കളെ. ഇതിൽ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഈ റൂട്ടിൽ ഹൊന്നവറിന്ന് തന്നെ മിക്കവാറും ചെയ്യണം. കാരണം മാൽപ്പേന്ന് കഴിഞ്ഞാൽ പിന്നെ ഉള്ളതൊരു നല്ല സ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ ഇതാണ്. ഹൊന്നവറിന്ന് ജോഗ് ഫാൾസിലേക്ക് പോകുന്ന റൂട്ടിൽ 1 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ ഇവിടെ ഒരു ഹോട്ടലുണ്ട്, സാഗർ റെസിഡൻസി. എന്തായാലും ഈ ഒരു സ്റ്റേഷൻ നല്ല ഹെൽപ്ഫുള്ളാണ്. ഹെൽത്തി ടോക്സിലെ ഉടമ ഡോക്ടർ ഷുഫൈൽ അപ്പോഴേക്കൊരു വീഡിയോ സെഷൻ തുടങ്ങിയാണ്. ഇവിടെ ചാർജിങ്ങിന് ആകെ 20 മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ പുള്ളി ഒരു എപ്പിസോഡ് എടുക്കുന്നതാണ് പറയുന്നത്. ഷിരൂർ വഴിയൊക്കെയാണ് പോകുന്നത്. അർജുൻ, ലോറി ഡ്രൈവർ, മനാഫൊക്കെ മറന്നുപോയോ? ആ റൂട്ട് അതൊക്കെ വിശദമായിട്ട് ഞാൻ തിരിച്ചു വരുമ്പോൾ കാണിക്കാം. സമയം ഇരുട്ടി. ഒരു അടിപൊളി സൺസെറ്റ് റോട്ടിൽ തന്നെ കിട്ടി. ഞങ്ങൾക്ക് എവിടെയും ഇറങ്ങേണ്ടി വന്നില്ല. സൂപ്പറായിരുന്നു അത്. അങ്ങനെ നമ്മൾ EVയിൽ സേഫായിട്ട് ഗോവയിലെത്തി. രാത്രി 10 മണിയോടുകൂടി നമ്മൾ ഗോവയിലെ റിസോർട്ടിലെത്തി. 3 പേര് ഞങ്ങൾ മലപ്പുറത്തുനിന്ന് യാത്ര തുടങ്ങി. 600 കിലോമീറ്റർ യാത്ര ചെയ്ത് ഒരൊറ്റ ദിവസം രാവിലെ പുറപ്പെട്ട് രാത്രി ഇവിടെ എത്തി. എങ്ങനെയുണ്ടായിരുന്നു യാത്ര? വിചാരിച്ചതിനേക്കാളും രക്ഷയില്ല. എല്ലാം കൊണ്ടും കംഫർട്ട്. ഗോവയ്ക്ക് ഒന്നും തോന്നൂല. കാരണം നമ്മളെ EV കാറ് അത്രയും സൂപ്പറായിരുന്നു. കാരണം അത്ര ദൂരം വന്നിട്ട് നമ്മളൊരു കോഴിക്കോട് വരുന്ന ഒരു പ്രതീതിയുള്ളൂ. ക്ഷീണല്ല. ഒന്നും ഉണ്ടായിട്ടില്ല. അത്രയും നല്ല യാത്ര. യാത്ര നല്ല കംഫർട്ടാണെന്നാണ് പറയുന്നത്. ഞങ്ങൾ 3 പേരെ വന്നത്. 3 സ്ഥലത്ത് നിന്ന് ചാർജ് ചെയ്തു. വെറും 3 സ്ഥലത്ത് ചാർജ് ചെയ്തു. അപ്പോൾ EV ആയിട്ട് ലോങ് ഒക്കെ പോകാം അല്ലേ? വളരെ സുഖമായ യാത്ര. ക്ഷീണമില്ല. ക്ഷീണം എന്ന് പറയുന്ന സംഭവമില്ല. അത് മാത്രമല്ല, ഇന്നത്തെ നമുക്ക് യാത്രയിൽ കുറേ സ്ഥലങ്ങൾ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും. ഫാക്ടേഴ്സ് ഉണ്ട്. എല്ലാം കൂടി ഒരുമിച്ച്. ചാർജിങ് സ്റ്റേഷനും ഫുഡും എല്ലാം അടിപൊളി. എല്ലാം കറക്റ്റ് ടൈമിന് നമ്മൾ എത്തി. പ്രതീക്ഷയിലേറെ ഓക്കെ സൂപ്പർ.